ചെയ്ത കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ പോലീസ് അന്വേഷണം എങ്ങും എത്താതെ ഇഴഞ്ഞു നീങ്ങുകയാണ്. PP ദിവ്യയുടെ ജയിൽവാസവും രാജിയും ഒഴിച്ചാൽ ADMന്റെ മരണത്തിലേക്ക് നയിച്ച സാഹചര്യത്തിലെ പല കാര്യങ്ങളിലും ദുരൂഹത തുടരുന്നു. പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിൽ നവീൻ ബാബു ജീവനൊടുക്കിയിട്ട് 1 മാസം കഴിഞ്ഞിട്ടും തുടക്കത്തിൽ ഉയർന്ന പല ചോദ്യങ്ങൾക്കുമാണ് ഇപ്പോഴും ഉത്തരമില്ലാതെ തുടരുന്നത്. പോലീസ് അന്വേഷണത്തിലെ വീഴ്ചകൾക്കെതിരെ കടുത്ത വിമർശനം ഉയർന്നപ്പോൾ കേസ് പ്രത്യേക അന്വേഷണ സംഘത്തെ ഏൽപ്പിച്ചെങ്കിലും ഈ അന്വേഷണവും യഥാർത്ഥ വിഷയങ്ങളിലേക്ക് കടക്കാതെ വെണ്ണപ്പാളി പോലെ പുറമേ മാത്രമാണ് അന്വേഷണം നടക്കുന്നത്. ADMന്റെ കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്താൻ SIT പത്തനംതിട്ടയിൽ ചെന്നത് ഇന്നലെ മാത്രമാണ്. അതേസമയം ADMനെ തെറ്റുകാരനായി ചിത്രീകരിക്കും വിധമുള്ള വിവരങ്ങൾ പല കോണുകളിൽ നിന്നായി ഇടയ്ക്കിടെ പുറത്തു വരുന്നുമുണ്ട്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ നടത്തിയ ചില പ്രസംഗങ്ങളും അത്തരത്തിലുള്ളതായിരുന്നു. ആരാണ് യഥാർത്ഥത്തിൽ പെട്രോൾ പമ്പിനായി പണം മുടക്കുന്നതെന്നതടക്കം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല എന്നതാണ് സത്യം. മാത്രമല്ല, ദിവ്യ ഈ വിഷയത്തിൽ എടുത്ത അമിത താല്പര്യത്തിന് പിന്നിൽ എന്താണെന്നതിലും ഇപ്പോഴും ചോദ്യമായി തുടരുകയാണ്. കൈക്കൂലി നൽകാൻ സ്വർണം പണയപ്പെടുത്തി എന്നാണ് പ്രശാന്ത് പറഞ്ഞത്. അതങ്ങനെയെങ്കിൽ എങ്ങനെയാണ് പമ്പ് തുടങ്ങാൻ പണമെന്ന കാതലായ ചോദ്യത്തിലടക്കം ഇപ്പോഴും മൗനമാണ്. പ്രശാന്തിന് പിന്നിൽ ബിനാമികളിലേക്ക് അന്വേഷണം തിരിഞ്ഞിട്ടുമില്ല. കൈക്കൂലി നൽകിയെന്ന് PP ദിവ്യയോട് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് പ്രശാന്തിന്റെ മൊഴി. കൈക്കൂലിക്ക് ബിസിനസ്സിലേക്കാണ് പരാജയപ്പെടേണ്ടത്. എന്നിട്ടും എന്തിനായിരിക്കും ഈ വഴി സ്വീകരിക്കാൻ ദിവ്യ പറഞ്ഞിട്ടുണ്ടാവുക? പരാതിയിലെ പേരും ഒപ്പുമെല്ലാം പ്രശാന്തിന്റെ ഔദ്യോഗിക രേഖകളിലെ ഒപ്പിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് വ്യക്തമായിട്ടും ഇതിലെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവന്നതിലും അന്വേഷണമില്ലാത്ത അവസ്ഥയാണുള്ളത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഭിക്കാത്ത ഈ പരാതിയുടെ പേരിൽ വിജിലൻസ് എങ്ങനെ 14-ന് പ്രശാന്തിന്റെ മൊഴിയെടുത്തു? കൈക്കൂലി നൽകുന്നതും കുറ്റമാണെന്നിരിക്കെ പ്രശാന്തിനെതിരെ അന്വേഷണമില്ലാത്തത് എന്തുകൊണ്ടാണ്? ADMന്റെ ഇൻക്വസ്റ്റ് നടക്കുമ്പോൾ തുടക്കത്തിൽ പോലീസ് ജനപ്രതിനിധികളെ പോലും അകറ്റി നിർത്തിയത് എന്തിനാണ്? കളക്ടറുടെ മൊഴിയെടുക്കാൻ പോലീസ് ഒരാഴ്ച കാത്തുനിന്നത് എന്തിനു വേണ്ടിയായിരിക്കും? ADMന്റെ കുടുംബത്തിന് നൽകിയ കത്തിലെ കാര്യങ്ങൾക്ക് വിരുദ്ധമായി ADMനെ സംശയനിഴലിലാക്കുന്ന മൊഴി മുദ്രവച്ച കവറിൽ സ്റ്റേറ്റ്മെന്റായി നൽകാൻ കളക്ടറെ പ്രേരിപ്പിച്ചത് എന്തായിരിക്കും? ADM റെയിൽവേ സ്റ്റേഷനിൽ എത്തിയില്ലെന്നതിന് CCTV ദൃശ്യങ്ങളും മൊബൈൽ ടവർ ലൊക്കേഷനും തെളിവായി ഉണ്ടായിട്ടും പ്ലാറ്റ്ഫോമിൽ ഇരുന്നുവെന്നും ട്രാക്കിലൂടെ നടന്നുവെന്നുമെല്ലാമുള്ള കഥകൾ പോലീസ് ചില മാധ്യമങ്ങൾക്ക് നൽകിയതിന്റെ ലക്ഷ്യം എന്തായിരിക്കും? ഇങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ബാക്കി നിൽക്കുന്നത്. എന്നാൽ പോലീസിലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലും വിശ്വാസം നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് CBI അന്വേഷണം വേണമെന്ന ആവശ്യത്തിലേക്ക് ADMന്റെ കുടുംബം എത്തിയത്. ADM നവീൻ ബാബുവിന് യാത്രയെ പൊരുക്കിയതിൽ ഗൂഢാലോചന സംശയിച്ച് കുടുംബവും സജീവമായി ഇപ്പോഴും രംഗത്തുണ്ട്. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയും സഹോദരൻ പ്രവീൺ ബാബുവുമാണ് ഗൂഢാലോചനയുണ്ടെന്ന് അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത്. മൊഴിയിൽ ആരുടെയും പേരെന്നാൽ പരാമർശിച്ചിട്ടില്ല. കണ്ണൂരിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പത്തനംതിട്ട മലയാലപ്പുഴയിലെത്തി മൊഴി രേഖപ്പെടുത്തിയത്. മൊഴിയെടുപ്പ് 1 മണിക്കൂർ 50 മിനിറ്റ് വരെ നീണ്ടു നിന്നിരുന്നു. 2ാം തവണയാണ് അന്വേഷണ സംഘം കുടുംബത്തിന്റെ മൊഴിയെടുക്കുന്നത്. പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി നവീൻ ബാബുവിന്റെ സംസ്കാരത്തിന് മുൻപ് കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അന്ന് കുടുംബം മനോവിഷമത്തിലായിരുന്നത് കാരണം വിശദമായി മൊഴിയെടുക്കാൻ പോലീസിന് സാധിച്ചിരുന്നില്ല. നാടിനും വീടിനും പ്രിയങ്കരനായ നവീൻ ബാബുവിന്റെ അപ്രതീക്ഷിത വിയോഗം ഉൾക്കൊള്ളാനാകാതെ തളർന്നിരിക്കുന്ന കുടുംബത്തിന് ആശ്വാസമായി പ്രിയപ്പെട്ടവരുടെ സ്നേഹവാക്കുകൾ മാത്രം. കണ്ണൂർ ADMK നവീൻ ബാബു വിടവാങ്ങിയിട്ട് ഇന്ന് 1 മാസമായിരിക്കുകയാണ്. ഒക്ടോബർ 15-ന് പുലർച്ചെയാണ് നവീൻ ബാബുവിന്റെ ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തലേന്ന് നടന്ന യാത്രയപ്പ് യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തനിക്കെതിരെ ഉന്നയിച്ച വേദനിപ്പിക്കുന്ന പരാമർശങ്ങളും ആരോപണങ്ങളും അദ്ദേഹത്തെ തളർത്തിയിരുന്നു. അന്ന് രാത്രി പത്തനംതിട്ടയ്ക്ക് വരാതിരുന്ന നവീൻ ബാബു ട്രെയിൻ കയറിയിരുന്നില്ല. അദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടുവരുവാൻ അതിരാവിലെ തന്നെ ഭാര്യ മഞ്ജുഷയും മക്കളും ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരുന്നു. എന്നാൽ മലബാർ എക്സ്പ്രസ് വന്നുപോയിട്ടും നവീനെ കാണാതായതോടെ മഞ്ജുഷ സുഹൃത്തുക്കളെ വിവരം അറിയിക്കുകയും അവർ നടത്തിയ അന്വേഷണത്തിനൊടുവിൽ മരണവിവരം പുറത്തറിയുകയുമായിരുന്നു.